നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനേ ഒരു കാച്ചിൽ പറിക്കാൻ പോവാം. അന്ന് കിഴങ്ങ് നട്ടിരുന്നത് പോലെ പിന്നെ ഒരു കാച്ചിലും ചാക്കിനകത്ത് നട്ടിട്ടുണ്ട്, ഒരു പരീക്ഷണം എന്ന പോലെ കേട്ടോ. അതിപ്പോൾ നമ്മളൊന്ന് പറിച്ച് നോക്കാൻ പോയി. അതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടേ. ഇതിങ്ങനെ ചാക്കിൽ നട്ടിട്ട് ഇങ്ങനെ തേക്കയിലോട്ട് കയറ്റി വിട്ടേക്കുമായിരുന്നു. കണ്ടോ, ഇലയൊക്കെ ഉണങ്ങി ഇതിൻ്റെ. അപ്പം നമുക്ക് ഇതിൻ്റെ വള്ളി ഒന്ന് കട്ടിച്ചിട്ടേ ഇതൊന്ന് പറിച്ചെടുക്കാം. ചാക്ക് കണ്ടിച്ചെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് ഈ മണ്ണ് കളയാതെ, കല്ലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വേറൊരു ചാക്കയിലോട്ട് ഈ മണ്ണ് മറിച്ചിടാം. എന്നിട്ട് ഈ മണ്ണ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഒരു ചാക്കെടുത്തോണ്ട് വരട്ടെ. ഇതൊക്കെ കാച്ചിലാന്ന് തോന്നുന്നു കേട്ടോ. 2 ചാക്ക് കൂട്ടി വെച്ചിട്ടായിരുന്നു ഞാൻ മണ്ണ് നിറച്ചിരുന്നത്. മണ്ണും കരികിലയും ഒക്കെ. ചാക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ, എന്നാലേ പറ്റത്തുള്ളേ. നോക്കാം നമുക്ക്. ഇതിനകത്ത് കാച്ചിലുണ്ടേ നമ്മളിനി നമുക്ക് ഉപയോഗിക്കാനുള്ള കാച്ചിൽ നമ്മൾ ചാക്കിനകത്തിലേ നടത്തുള്ളൂ. ഉണ്ട് കേട്ടോ, കണ്ടോ. ഒന്ന് ഇച്ചിരൂടെ വലിയ ചാക്കായിരുന്നെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിട്ട് ഇരുന്നേനേന്ന് തോന്നി. ഇത് ചിലർ സർപ്രൈസ് കൊടുക്കുന്ന പോലെ തോന്നുന്നല്ലോ. പൊളിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിനകത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടോട്ടുണ്ടേ, ഇനി മണ്ണല്ല ഒന്ന്. ഇനി നമുക്കൊന്ന് ശരിക്കും എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, കൊള്ളാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ കാച്ചിലും ചാക്കിനകത്തേ നടത്തുള്ളൂ. ഇതൊക്കെ ഇച്ചിടെ ക്ലീൻ ചെയ്യാനുണ്ട്. അയ്യോ കണ്ടോ, ഇറച്ചിക്കാച്ചിലാണ് ഇത് കേട്ടോ. ഉണ്ടോ, ഇറച്ചിക്കാച്ചിലെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊക്കെ എന്നതാ പേര് പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, 8 കിലോ ഉണ്ടായിരുന്ന ഒരു കാച്ചിലാണ് നമ്മൾ ചാക്കിനകത്തുനിന്ന് പറിച്ചത്. കണ്ടോ, എട്ട് കിലോ അല്ലേ. കണ്ടോ, കിളയ്ക്കണ്ട, വലിയ അധ്വാനമൊന്നും വേണ്ട. ചാക്കിനകത്ത് നട്ട് നമുക്ക് കാച്ചിൽ പറിച്ചെടുക്കാം. ഇത് 8 കിലോയും 60 ഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 60 ഗ്രാമൊക്കെ നമുക്കങ്ങ് വിടാം. ഇതിനകത്തിൽ ഇച്ചിരി വേരും ഇത്തിരി മണ്ണും ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയും വലിയൊരു കാച്ചിൽ നമുക്ക് കിട്ടി. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ചാക്കിനകത്തിൽ നട്ട് പറിച്ച, ഞങ്ങൾ ഇറച്ചിക്കാച്ചിലെന്നാണ് പറയുന്നത്. അപ്പം ഇത് നിലത്ത് തറയിൽ നട്ടത്, ഇത് ചാക്കിനകത്തിൽ നട്ടത്. രണ്ടും ഒരേപോലത്തെ പീസുകളാണ് നട്ടത് നമ്മൾ. ഇതൊന്ന് ചെത്തി നമുക്കൊന്ന് പുഴുങ്ങാം. ഇതിൻ്റെ ഇവിടെ ഇത്തിരി കേടായിട്ടുണ്ട് തറയിൽ, എന്നാന്ന് അറിയത്തില്ല. നമുക്കിത് നടാനായിട്ട് വല്ലതും എടുക്കാം. അപ്പം നമുക്കിതൊന്ന് ചെത്തി എടുക്കാവേ. ഇതിൻ്റെ മണ്ടവശമില്ലേ, ഈ
ഇങ്ങനെ കിളിപ്പൊക്കെ വരുന്നത്, അവിടെ നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് അത് നട്ടു വെക്കാം. കണ്ടോ, ഇത് നമുക്കിനി ഒന്ന് ചെത്തിയെടുക്കാവേ. ഇവിടെ കൂടെ ഒന്ന് നോക്കട്ടെ. കണ്ടോ, ഇവിടെ ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് നോക്കാം. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചാക്കിനകത്തിൽ എങ്ങനെ കാച്ചിൽ കിഴങ്ങൊക്കെ കൃഷി ചെയ്തതെന്നൊന്ന് കാണിക്കണേന്ന്. അതിൻ്റെ ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നുണ്ടേ. പിന്നെ ഇത് നമ്മൾ തറയിൽ നട്ടിരുന്ന ഒരു കാച്ചിലായിരുന്നേ. ഇത് കിളച്ചപ്പോൾ ഇത് മുറിഞ്ഞായിരുന്നു. അതാണ് മെയിനായിട്ടുണ്ടായിരുന്ന കാര്യം. പിന്നെ അതിൻ്റെ നടാനായിട്ട് കുറച്ച് പൂള് വെട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ് ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് പുഴുങ്ങാൻ പോയില്ല. വേവ് ഒന്നിച്ചാണോ എന്നറിയത്തില്ല, ഒരുപോലെയാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പുഴുങ്ങി നോക്കാം. ഇതോ, ഇത് പെട്ടെന്ന് വേകുന്ന കാച്ചിലാന്ന് തോന്നി. വെള്ള കെമിക്കലൊന്നും ചേർക്കാത്ത കേട്ടോ, ചാണകപ്പൊടി മാത്രമേ ഇതിനിട്ടിട്ടുള്ളായിരുന്നു, അല്ലാതെ ഒരു വളവും ഇതിന് ചേർത്തിട്ടില്ല. തിളയ്ക്കാൻ വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ടേ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, ശബ്ദമൊക്കെ കേൾക്കുന്നു. പിന്നെ ഈ സാധനം എന്തുവാണെന്ന് അറിയാമോ? നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ട് അത് കഷ്ണങ്ങളാക്കാം. നമ്മുടെ കാച്ചിലൊക്കെ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്നേ. ഇത്ര കളർഫുള്ളാന്ന് നോക്കിയേ. പെട്ടെന്ന് വേഗം ഈ വെള്ളക്കാച്ചിൽ. ഇവിടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേ. ഇതൊന്ന് മുറിച്ചേച്ച് പെട്ടെന്ന് പെറുക്കിയിടാം. ഈ കാച്ചിലിൻ്റെ വേവ് എനിക്കറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം രണ്ടും കൂടെ ഒന്നിച്ച് വേകുമോയെന്ന്. വെള്ളമൊക്കെ തിളച്ചേ, ഉണ്ടോ? ഇത് ഞാൻ മൺചട്ടിയിലാണ് പുഴുങ്ങുന്നത് കേട്ടോ. നമുക്കേ ഒരു കുറച്ചിപ്പോഴത്തേനെടുത്ത് പുഴുങ്ങും. ഇവിടെ കാച്ചിലൊക്കെ ഇട്ട് നമ്മൾ അടച്ചു വെച്ചു. ഇതിനെ ഒന്ന് തിളക്കട്ടെ. നമുക്കേ കാച്ചിൽ വേകുമ്പോഴത്തേക്കിനും കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. കണ്ടോ, ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന കാന്താരിയാണ്. അതുകൊണ്ട് ഈ കളറ് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത്, അതുകൊണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇച്ചിരി ഉപ്പ് നീരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഞെരടി എടുക്കാവേ. ദേഹത്ത് കണ്ണിലൊന്നും തെറിക്കാതെ സൂക്ഷിക്കണം ഇടിക്കുമ്പോൾ. ഇനി നമുക്കിതൊരു കോളിക്കകത്തോട്ട് എടുത്തിട്ട് ഒരു ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഞെരടി എടുക്കാവേ. അപ്പോൾ തന്നെ കാച്ചിലിൻ്റെയും കാന്താരി ചമ്മന്തിയുടെയൊക്കെ മണം വരുമ്പം തന്നെ കാച്ചിൽ പുഴുങ്ങി കഴിച്ച ഒരു ഫീല് വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. കണ്ടോ, ഉപ്പുനീരിനകത്തിലെ ചെളിയൊക്കെ അങ്ങ് അടിഞ്ഞു. കണ്ടോ, ഉപ്പുനീര് തന്നെ തെളിഞ്ഞ്. പിന്നെ ഇതിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇനി നമുക്ക്
നന്നായിട്ട് ഇതൊന്ന് ഞെരടിയെടുക്കാം. വെളിച്ചെണ്ണയുടെ കാന്താരിയുടെയൊക്കെ കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് ഞെരടിയപ്പോഴത്തേനും ആ മണം മൂക്കിലോട്ട് അടിച്ച് കയറുന്നു. അപ്പോൾ ഇനി നമുക്ക് കാച്ചിലും കൂടെ എടുത്തിട്ട് ഇത് കഴിക്കാം. അതെ, കാച്ചിലിന് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാവേ. ഇത് കണ്ടോ, ഇത്ര കാച്ചിലൊന്ന് നോക്കാം എന്തോന്ന്. ഇത്തിരിയും കൂടെ കിടന്നാലും കുഴപ്പമില്ല. ഇത്തിരിയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇവിടെ കാച്ചിലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റായിരുന്നു ഇവിടെ. എന്ത് തോന്നോ, കോരിയെടുക്കാം കേട്ടോ. ഇല്ലോ, നല്ല കളർഫുള്ളല്ലേ, നീലയും വെള്ളയും. നമുക്ക് കാച്ചിലൊന്ന് കഴിക്കാം. ഇനി ഞങ്ങൾ 2 പേരും കൂടെയാണ് കേട്ടോ കാച്ചിൽ ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ടേ. എന്തിനാണെന്നറിയോ, കാന്താരി ചമ്മന്തിയാണ്. തൈര് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ ഞങ്ങൾ തൈര് ഒഴിക്കുന്നില്ല ഇപ്പം. ചൂടാണോ? എനിക്ക് കാച്ചിലും ചേനയും ഇഷ്ടമാണ്. ചേമ്പ് ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കാട്ടിലും ഇഷ്ടം ഇതാ. പണ്ടത്തെ നാട്ടുരുചികളൊക്കെ ഇന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുകയായി പുതിയ തലമുറയ്ക്ക്. എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. പണ്ടൊക്കെ അണുകുടുംബം അല്ലായിരുന്നല്ലോ, ബൃഹത്തായ കുടുംബമായിരുന്നു. അതുകൊണ്ട് പുരയിടത്തിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ 4 മണിക്കായാലും പ്രഭാതത്തിലെ ആഹാരമായാലും ഒക്കെ അതായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. പിന്നെ സ്വയമായിട്ട് കൃഷി ചെയ്ത് എടുക്കുന്ന ചെറുതായാലും വലുതായാലും അതിൻ്റെ ഫലം അതിങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ആത്മസംതൃപ്തിയും കൂടെ. എന്തായാലും നന്നായിരിക്കുന്നു. അപ്പം എല്ലാവരും ഈ കാച്ചിൽ ചാക്കിനകത്തിലൊക്കെ നട്ട് നോക്കണം കേട്ടോ. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചാക്കിനകത്തിൽ ഞാൻ എങ്ങനെയാണ് കാച്ചിലും കിഴങ്ങും ഒക്കെ നട്ടേന്നും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ്. പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.